خير من جاء مرسلا. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുന്നത്തുകളെ വല്ലാതെ സൂക്ഷിക്കണം. മഹാന്മാർ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അദബാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അദബാണ് സുന്നത്തുകളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കവിത അവിടുന്ന് പാടുകയാണ്, ഹഫ്ള് അലാ സുനനിൻ വആദാബിൻ നദദ് മഅ്സൂറത്തൻ അൻ ഖൈരി من جاء مرسلا. നല്ല ഗുണമുള്ള ജനങ്ങളിൽ പെട്ടവരാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ അവിടുന്ന് കൊണ്ടുവരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ലഖദ് കാന ലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹു വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടല്ലോ, ആ അന്ത്യദിനത്തെ കൊണ്ട് ആഗ്രഹിക്കുന്നവർ, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവര്, അവന്റെ പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ടെന്ന് അതാ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടുന്ന് പഠിക്കുമ്പോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടുന്ന് പഠിക്കുമ്പോ, അന്നായിസ് ഇബ്നു റബിയ റളിയല്ലാഹു തആല അൻഹു ഖാല റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ് يقبل الحجر الأسود ويقول إني أعلم أنك حجر ما تنفع ولا تضر ولولا أني رأيت رسول الله يقبلك ما قبلتك. അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വരികയാണ്, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. ഹജറുൽ അസ്വദിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഹജറുൽ അസ്വദിനോട് പറയുന്നു, ഹജറുൽ അസ്വദേ ഇന്നി അഅലമു അന്നക ഹജറുൻ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ഹജറുൽ അസ്വദ് മാ തൻഫഉ വലാ തദറു, യാതൊരു ഗുണങ്ങളും പ്രയോജനങ്ങളും ചെയ്യാത്തതാണ്. ഒരു ബുദ്ധിമുട്ടും നിന്നെ കൊണ്ടില്ല, ഒരു പ്രയോജനങ്ങളും നിന്നെ കൊണ്ടില്ല. വലൗലി വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹ്, നിശ്ചയമായും ഞാൻ അവിടുന്ന് കണ്ടിരിക്കുകയാണ് എന്റെ മുത്തായ കരളായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടല്ലോ. യുഖബ്ബിലുക, അങ്ങയെ ചുംബിക്കുന്നത്, ഹജറുൽ അസ്വദ് നിന്നെ ചുംബിക്കുന്നത് എന്റെ ഹബീബായ തങ്ങളെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മാ ഖബ്ബലതുക, നിന്നെ ഞാൻ ചുംബിക്കുന്നതെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തെന്ന് പറയുന്നത് അതൊരു അദബാണ്, ഹബീബായ തങ്ങളെ അനുസരിക്കലാണ്. അല്ലാഹുവേ, നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടു സുന്നത്ത് നിസ്കരിക്കാതെ ഇറങ്ങി പോകുന്ന ചെറുപ്പക്കാരാ, എന്റെ വാപ്പമാരെ, സഹോദരങ്ങളെ, എന്റെ പെങ്ങളെ, ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ ഇവിടുന്ന് കൊണ്ടുവരേണ്ടതാണ്. അല്ലാഹുവേ, ഇതൊക്കെ പഴഞ്ചനാന്ന് പറഞ്ഞുകൊണ്ട് തളിക്കളയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതൊക്കെ ഒരു പഴഞ്ചനാണ്. അല്ലാഹുവയും ഏതൊക്കെ മോഡലിലാണ് ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് നടക്കുന്നത്? ആണും പെണ്ണും കെട്ട രൂപത്തിലല്ലേ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് നടക്കുന്നത്? പുന്നാര മക്കളെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തന്നതായ ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളിൽ കൂടി കടന്നു പോവുക, അനുസരണയോടെ, മാന്യതയോടെ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട്, എന്റെ പെങ്ങളെ, ദുനിയാവിനെ നോക്കണ്ട മോളെ. ഈ ദുനിയാവില് പലരും പലതും അതാ അവിടെ കിടന്ന് പറയുന്നതാ. പലരും പറയുന്നത് കേട്ടുകൊണ്ട് നിന്റെ വസ്ത്രമഴിക്കാൻ നീ നിൽക്കണ്ട.
പലരും പറയുന്നത് കേട്ടുകൊണ്ട് നിന്റെ വസ്ത്രത്തെ നീ അഴിക്കാൻ നോക്കണ്ട പെങ്ങള്, നിന്റെ തലപ്പാവ് നിന്റെ തലയെ തുണി മാറ്റി നടക്കണ്ട പെങ്ങള്. അല്ലാഹുവേ, മറ്റുള്ളവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവര് നല്ലത് പറയാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് സ്വന്തം തുണി അഴിച്ചു മാറ്റുന്നവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിനക്ക് തന്നിരിക്കുന്ന വസ്ത്രം എന്താണെന്നറിയുമോ? അത് പരിശുദ്ധിയുടെ വസ്ത്രമാണ്. അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ധരിച്ച വസ്ത്രമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ധരിച്ച വസ്ത്രമാണ്. എന്റെ പെങ്ങളെ, ആ വസ്ത്രത്തിനൊരു മാന്യതയുണ്ട് പെണ്ണേ, ആ വസ്ത്രത്തിനൊരു മാന്യതയുണ്ട് പെങ്ങളെ. ആ മാന്യത ഒരിക്കലും നിന്റെ ജീവിതത്തിൽ കൂടി കളഞ്ഞു കുളിക്കല്ലേ പെങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അതാ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നുപോയി നിൽക്കേണ്ടവരാ. ആ ചിന്തയാ നമുക്ക് വേണ്ടതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്. ഇന്നല്ലെങ്കിലും നാളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും പോയി നിൽക്കേണ്ടതാണ്. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നീ ഭയക്കണമെന്ന് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അന്ന് നിന്റെ വീടിന്റെ മുന്നിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാ. അല്ലാഹുവേ, ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ മുന്നിലേക്ക് വരുന്നതായ സമയമുണ്ട് പെങ്ങള്. അന്ന് നിന്റേതായ മൊബൈൽ നിന്റെ കയ്യിൽ കാണില്ല, നിന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യന്മാര് കാണില്ല. എല്ലാവരും സപ്പോർട്ടിനുണ്ടായിരുന്നു, എല്ലാ ആവേശത്തിലും അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും മാറിയിരുന്നുകൊണ്ട് കരയാനേ കാണുകയുള്ളൂ. എല്ലാവരും മാറിയിരുന്ന കൊണ്ട് കരയാനേ കാണുകയുള്ളൂ. ആവേശം തന്നവര്, പ്രോത്സാഹിപ്പിച്ചു തന്നവര്, തെറ്റുകളെ ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണെ, ഈ കാലമെന്ന് പറയുന്നത് പുരോഗമനത്തിന്റെ കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് വഴിതെറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. വസ്ത്രമിടുന്നത്, തലേ തുണിയിടുന്നത്, തല മറയ്ക്കുന്നത്, മുഖം മറയ്ക്കുന്നത്, അതങ്ങ് ആ കാട്ടറബിയിൽ നടന്ന കാലഘട്ടമാണ്. അറബി കാലഘട്ടങ്ങളിൽ ആ ഡാർക്ക് ഏജിൽ നടന്നതായ വിവരമില്ലാത്ത സമ്പ്രദായമാണെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരാകുന്ന പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവരെ എല്ലാവരെയും നാളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. പക്ഷേ ഒരു പ്രയോജനവും ഇല്ലല്ലോ പെങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞതെന്താ? നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ, അവർക്കെല്ലാം നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അല്ലാഹുവേ, അസ്റായീൽ വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ടൊരു സഹായം പോലും തരാൻ കഴിയാതെ മാറി നിൽക്കാനേ കഴിയുള്ളൂ പെങ്ങള്, മാറി നിൽക്കാനേ കഴിയുള്ളൂ സഹോദരങ്ങള്. അല്ലാഹുവേ, ആവേശം തന്നവര് മുഴുവനും മാറി നിന്നുകൊണ്ട് കരയുകയാ. എന്തായി കാണിച്ചു കൂട്ടുന്നത്? കണ്ണ് മുകളിലേക്ക് പോകുന്നുണ്ട്, കൈകാലുകൾ വല്ലാതെ നിലത്തിട്ടടിക്കുന്നുണ്ട്, സകറാത്തിന്റെ ഹാലിലേക്ക് കടന്നു വരികയാണ്. റൂഹ് പിടിക്കുന്ന സമയത്ത് പെണ്ണേ, വല്ലാത്ത വേദനയാണല്ലോ പെങ്ങള്, വല്ലാത്ത വേദനയാണല്ലോ പെങ്ങള്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതായ സക്കറാത്തിന്റെ ഹാലെങ്ങനായിരുന്നു? ഒരുപാട് നമ്മൾ കേട്ടവരാണല്ലോ, ഒരുപാട് നമ്മൾ പഠിച്ചവരാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെടുന്നു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് കിടക്കുകയാണ്. അവിടുന്ന് മടിയിൽ കിടന്നുകൊണ്ട് പറയുന്ന, ആയിഷ, ഇന്നലൽ മൗതുൽ സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. അതുകൊണ്ട് മരണത്തിന്റെ അന്ത്യം നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അസ്റായീലിനോട് അവിടുന്ന് പറയുകയാണ്, അസ്റായീലേ,
ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്രായീല്, ഒന്ന് റൂഹിന് പതുക്കെ പിടിക്കുമോ അസ്രായീല്, എനിക്ക് വല്ലാതെ നോവുന്നുണ്ടല്ലോ, വല്ലാതെ വേദന എടുക്കുന്നുണ്ടല്ലോ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുന്ന് പറയുമ്പോ അസ്രായീൽ അവിടുന്ന് വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ ലോകത്ത് ഒരുപാട് റൂഹുകൾ പിടിച്ചവനാണ്, ചെറിയ മക്കളുടെ അടക്കം ഒരുപാട് റൂഹ് പിടിച്ചവനാണ്. പക്ഷേ യാ റസൂലല്ലാഹ്, ഏറ്റവും മൃദുമായി ലഘുവായിട്ട് റൂഹ് പിടിക്കുന്നത് അങ്ങയുടെ റൂഹാണ് നബിയേ. ഇനി റൂഹ് പിടിക്കാൻ ഇതിലും ലളിതമായി, ഇതിനും സരളമായി ഒരു റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഹബീബായ തങ്ങൾ പോലും മരണത്തിന്റെ അവസ്ഥയിൽ വല്ലാതെ വേദനയെടുത്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ഇതേപോലൊരു സമയം നമുക്ക് വരാനുണ്ടടി പൊന്നുമോള്. നമ്മുടെ മുന്നിലേക്കും അസ്രായീൽ കടന്നു വരികയാ, നമ്മുടെ മുന്നിലേക്കും അസ്രായീൽ കടന്നു വരികയാണ്. 70,000 മലക്കുകളുടെ അകമ്പടിയോടെയാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ മലക്കുകൾ വന്നുകൊണ്ട് കാൽപാദം കൊണ്ടതാ നമ്മുടെ റൂഹ് പിടിക്കുകയാണ്. കാൽപാദം മുതൽ റൂഹ് പിടിച്ചു കടന്നു വരുമ്പോ, അല്ലാഹുവേ, കേട്ടിട്ടില്ലേ പൊന്നുമോളെ, മരണത്തോട് മല്ലടിക്കുക എന്ന് പറയുന്നത്? അല്ലാഹുവേ, നിങ്ങളെല്ലാവരും പ്രസവിച്ചതായ സഹോദരിമാരുമ്മമാരാണല്ലോ, പ്രസവത്തിന് വല്ലാത്ത വേദനയെന്നല്ലേ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുള്ളത് അത് പ്രസവ വേദനയ്ക്കാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ. എന്നാൽ കേട്ടോ, ആ പ്രസവ വേദന പോലും നമ്മൾ എങ്ങനെയാ ഉദാഹരിക്കുന്നത്? മരണത്തോട് മല്ലടിക്കുന്ന വേദനയെന്നല്ലേ നമ്മൾ പറയുന്നത് പെങ്ങള്? മരണത്തോട് മല്ലടിക്കുന്ന വേദനയെന്നല്ലേ നമ്മൾ പറയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ദുനിയാവിൽ ആവേശം തരാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും, വഴിപിഴപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും, ഒരുപാട് ഉപദേശങ്ങൾ തരാൻ ഒരുപാട് ചുറ്റുപാടും ആൾക്കാരുണ്ടാകും. പക്ഷേ അവസാന സമയമുണ്ടല്ലോ, ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ മുന്നിൽ കാണില്ല മോളെ, ഒരാള് പോലും ഉണ്ടാവില്ല. നിനക്ക് ദിക്ർ ചൊല്ലി തരാൻ അവരുണ്ടാവില്ല, നിന്നെ ഒന്ന് കുളിപ്പിക്കാൻ അവരുണ്ടാവില്ല, നിന്നെ കൊണ്ടുപോയി കബറടക്കാൻ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് പെങ്ങളെ, ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഉച്ചമായ കാലയളവാണ്. 50-60 വയസ്സ് കഴിയുമ്പോ അല്ലാഹുവേ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ? നല്ലതുപോലൊന്ന് ജോലി ചെയ്യാൻ പോലും കഴിവില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. വീട്ടുപണിയെടുക്കാൻ പോലും കഴിവില്ലാതെ, ഒരു പാത്രം പോലും നല്ലതുപോലെ കഴുകാൻ അറിയാത്ത പെങ്ങന്മാരുടെ കാലമാ. വല്ലാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? രോഗികളായി തീർന്നിരിക്കുകയാണ്. എല്ലാവരും രോഗികളായി തീർന്നിരിക്കുകയാണ്. ആരാ മരുന്ന് കഴിക്കാത്തത്? ഈ സദസ്സിലിരിക്കുന്നവരുടെ ശബ്ദം ശ്രവിക്കുന്നവര് ആരാ മരുന്ന് കഴിക്കാത്തവര്? ഒരു തലവേദനയ്ക്ക് പോലും മരുന്ന് കഴിക്കാത്തവർ ഈ സദസ്സിലുണ്ട്. എല്ലാവരും മരുന്നിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുകൂടുകയാണ്. രാത്രി വന്നുകൊണ്ട് കിടക്കുമ്പോ വല്ലാത്ത പേടിയാണല്ലോ പെങ്ങളെ. രാത്രി വന്ന് കിടക്കുമ്പോ വല്ലാത്ത പേടിയാണ്. ഞാൻ മരിക്കുകയാണോ? ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണോ? ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി കിടക്കുമ്പോ അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലാഹു ഇന്നത്തെ രാത്രി ഞാൻ മരിക്കുവോ? സുബഹി നിസ്കരിച്ചില്ല, ളുഹർ നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല. അങ്ങനെ തകട്ടി വരും, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ, ഇന്നത്തെ രാത്രി മരിച്ച എന്റെ ഖബറിന്റെ അവസ്ഥ എന്താ?
ഞാൻ പോയി കിടക്കേണ്ട ഖബറിന്റെ അവസ്ഥ എന്താ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മഹാന്മാർ അവിടുന്ന് പറയുന്നു, അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, ഓരോ മനുഷ്യന്റെയും സമയങ്ങളെ 4 ഇനങ്ങളായിട്ടാണ് വേർതിരിച്ചത്. 4 ഇനങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതായ സമയം. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന സുന്നത്തുകൾ, ആ സുന്നത്തുകൾ അധികരിപ്പിക്കുമ്പോൾ വല്ലാത്ത പ്രതിഫലമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു ഐശ്വര്യം ഉണ്ടാകും. കാണുന്ന ഈ കെമിക്കലൊക്കെ ചേർന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, വെളുത്ത് പാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണമെന്നില്ല. സ്വലാത്ത് നല്ലതുപോലെ ചൊല്ല്. ഹബീബായ തങ്ങളുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. നമ്മുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം വരും. അത് എത്ര വെള്ളം കൊണ്ട്, എത്ര സോപ്പിട്ട് കഴിയാലും ഒന്നും പോവില്ല. അത് എത്ര നേരം നമ്മൾ വെയിലത്ത് നിന്നാലും നമ്മുടെ മുഖം പാടില്ല. അതിന് വല്ലാത്തൊരു തേജസ്സാ. കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു നേടിയെടുത്ത ആ ഒരു പ്രകാശം, അത് വല്ലാത്തൊരു പ്രകാശമാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു കറുത്തതാണ്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ പിടിച്ചപ്പോ കറുകറുത്തതായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം അവിടുന്ന് കടന്നു വന്നു. നീഗ്രോ വർഗത്തിൽപ്പെട്ടു പോകുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമാ കടന്നു വന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കൈപിടിച്ച് കടന്നു വന്നപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒരു നീഗ്രോ വർഗത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിൽ പോലും അവിടുത്തെ മുഖത്തിന് വല്ലാത്ത പ്രകാശമായിരുന്നു എന്ന് ചരിത്രം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് കൽബിലുള്ളതായ പ്രകാശമാണ്. അത് കൽബിലുള്ള പ്രകാശമാണ്, ഹൃദയത്തിലുള്ള പ്രകാശമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അതാ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കൽബ് കൊണ്ടാ വിശ്വസിച്ചത്, നാവ് കൊണ്ടല്ല പെങ്ങള്, നാവ് കൊണ്ടല്ല പെങ്ങള്, കൽബ് കൊണ്ടാ അവിടുന്ന് വിശ്വസിച്ചത്. അല്ലാഹു തആല കൽബിലേക്കല്ലേ നോക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു പോകാൻ വേണ്ടി ലിബിയുടേതായ എയർപോർട്ടിലേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരുണ്ട്, ആമിർ അൽ-ഗസാവി. അതാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലിബിയുടെ എയർപോർട്ടിലേക്ക് കടന്നു വന്നപ്പോ പാസ്പോർട്ട് നോക്കിയപ്പോ എന്തോ ഒരു പ്രശ്നം കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അതിൻ്റെതായ ആൾക്കാർ അവിടുന്ന് പറയുന്നു, കയറ്റിവിടാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പിന്നെ പോകാം, കയറ്റിവിടാൻ സാധിക്കില്ല, നിങ്ങളുടെ പേരിനെന്തോ പ്രശ്നമുണ്ടെന്ന് അവിടുന്ന് പറയുമ്പോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയില്ല. ഫ്ലൈറ്റ് അങ്ങ് പറന്നു പോവുകയാണ്, ഫ്ലൈറ്റ് അങ്ങ് പറന്നു പോവുകയാണ്. ആമിറുൽ ഖദ്ദാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ അവിടെ ഇരിക്കുന്നു. ഞാൻ ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു വന്നവനാണ്, ഹജ്ജ് ചെയ്യാതെ ഞാൻ തിരിച്ചു പോകില്ല എന്നവിടെ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആമിറുൽ ഖദ്ദാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എയർപോർട്ടിൻ്റെതായ അവിടെ ഇരിക്കുമ്പോ അല്ലാഹുവേ, അവിടുന്നതാ ആ പറന്നുയർന്നതായ ഫ്ലൈറ്റില് അതാ തിരിച്ചൊരു റിപ്പോർട്ട് കടന്നു വരുന്നു. ഫ്ലൈറ്റിന് എന്തോ ഒരു ചെറിയ തകരാറ് കാണുന്നുള്ളത് കൊണ്ട് തിരിച്ചതാ ലാൻഡ് ചെയ്യുകയാണ്. ആ ഫ്ലൈറ്റ് അതാ തിരിച്ചു വന്നുകൊണ്ട് ലാൻഡ് ചെയ്യുമ്പോ അവിടുന്ന് അധികൃതരായ ജനങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, പൈലറ്റിനോട് ചോദിക്കുകയാണ്, ആമിറുൽ ഖദ്ദാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട്, അവൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നവനാണ്, അതുകൊണ്ട് അവനെയും കൂടി കൂട്ടുമോ എന്ന് ചോദിക്കുമ്പോ പൈലറ്റ് പറയുന്ന ചെറിയതായ പ്രശ്നമേ ഉള്ളൂ, ഇപ്പോൾ തന്നെ ഫ്ലൈറ്റ് തിരിച്ചുവിടും, അതുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വീണ്ടും അവിടുന്ന് ഫ്ലൈറ്റ് പറക്കുന്നു. സുബ്ഹാനല്ലാഹ്,
വീണ്ടും അതാ ഫ്ലൈറ്റ് വിടുന്ന പറന്നുയരുകയാണ്. പറന്നുയർന്നതാ മണിക്കൂറുകൾ കഴിയുമ്പോ വീണ്ടും അതാ ഫ്ലൈറ്റിൽ നിന്നതാ ഒരു ഇൻഫർമേഷൻ കടന്നു വരികയാണ്. ഫ്ലൈറ്റിന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു, എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വീണ്ടും അതാ തിരിച്ചു വന്നുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. അവിടുന്ന് പൈലറ്റ് അവിടുന്ന് പറയുന്ന ചെറിയ എന്തോ പ്രശ്നമേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോ തന്നെ തിരിച്ചതാ ഫ്ലൈറ്റ് പോകുമെന്ന് പറയുമ്പോ രണ്ടാമതും ഫ്ലൈറ്റ് പറക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം അതാ ഫ്ലൈറ്റിൽ നിന്നതാ ഒരു ഇൻഫർമേഷൻ വരികയാണ്. എന്തോ കുഴപ്പങ്ങളുണ്ട്, ഫ്ലൈറ്റിനെന്തോ പ്രശ്നമുണ്ട്, തകരാറുണ്ട്. തിരിച്ചുമതാ എന്റെ പെങ്ങള് ചിന്തിച്ചു നോക്കണമണി പൊന്നോട്. മൂന്നാമതും അതാ ഫ്ലൈറ്റ് ഇറക്കുകയാണ്. ആ പൈലറ്റ് വന്നുകൊണ്ട് പറയുന്നു, അമീറിനെ കൊണ്ടുപോകാതെ, അമീറുൽ ഖദ്ദാഫിയെ കൊണ്ടുപോകാതെ ഇനിയൊരു ഹജ്ജല്ല. ഈ ഫ്ലൈറ്റിന് മക്കത്തോട്ട് പറക്കാൻ കഴിയില്ല. അമീറുൽ ഖദ്ദാഫി ഇല്ലാതെ ഈ ഫ്ലൈറ്റിന് മക്കത്തേക്ക് പറക്കാൻ കഴിയില്ല. അല്ലാഹുവേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റേതായ വിളിക്കുത്തരം നൽകിയിട്ട് കടന്നു വന്നവരാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കടന്നു വന്നവരാണ്. അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നവരാണ്. അമീറുൽ ഖദ്ദാഫിയെ കയറ്റിക്കൊണ്ടാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും വാർത്തയിൽ കൂടി കേട്ടവരാണ്. ഒരുപാട് നമ്മൾ കേട്ടവരാണ്. അത് കേട്ടുകൊണ്ട് രോമാഞ്ചമണിഞ്ഞു പോയവരാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ യഖീനാണ് എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹുമായിട്ടുള്ള വല്ലാത്തൊരു ബന്ധമാണല്ലോ, വല്ലാത്തൊരു ബന്ധമാണല്ലോ. അല്ലാഹുവേ, اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت. അല്ലാഹുവേ, നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്യുന്നതാണ്. اللهم لا مانع لما أعطيت. അല്ലാഹു നൽകിയതിനെ തടഞ്ഞു വെക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? ولا معطي لما منعت. അല്ലാഹു തടഞ്ഞു വെച്ചതിനെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലാഹു സ്വീകരിച്ചാ മതി. അല്ലാഹ്